അള്ളാനെ വരെ ചിരിപ്പിച്ച് കളഞ്ഞൊരു നബിയുണ്ട്, മഹാനായ ഇദ്രീസ് നബി. ഇദ്രീസ് നബിൻ്റെ റൂഹ് കുടിക്കാൻ വന്നപ്പോഴേ മലക്കുൽ മൗത്ത് അസ്റായിലിനോട് ഇദ്രീസ് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ മരണം എങ്ങനെയാണെന്നും നരകം എങ്ങനെയാണെന്നൊന്ന് കാട്ടിത്തരുമോ ചോദിച്ചു. ഓക്കെ, ഇദ്രീസ് നബിക്ക് അത് കാട്ടിക്കൊടുക്കാൻ അള്ളാൻ്റെ അനുവാദം വാങ്ങി. അങ്ങനെ അള്ളാൻ്റെ പെർമിഷനോട് കൂടെ ഇദ്രീസ് നബിൻ്റെ മരണം എങ്ങനെയാണെന്നും നരകം എങ്ങനെയാണെന്നും കാട്ടിക്കൊടുത്തു. അത് കാട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്രീസ് നബിക്ക് വേറൊരു ആഗ്രഹം, സ്വർഗം കൂടി കാണണമെന്ന്. ഓക്കെ, അങ്ങനെ അതും സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ സ്വർഗത്തിലെത്തി. സ്വർഗത്തിൻ്റെ മണവും ആ പരിമളൊക്കെ ഇങ്ങനെ മണത്ത് മൂക്കിങ്ങനെ അടിച്ച് കയറിയപ്പോൾ ഇദ്രീസ് നബിക്ക് ഒരാഗ്രഹം, സ്വർഗത്തിലൊന്ന് കയറണമെന്ന്. അസ്റായിൽ അത് സമ്മതിച്ചു കൊടുത്തു. സ്വർഗത്തിൽ കയറിയപ്പോൾ ഇദ്രീസ് നബി പുറത്തേക്ക് വരുന്നില്ല. ജിബ്രീൽ പറഞ്ഞു, ഇദ്രീസെ കളിക്കല ഇതിൻ്റെ പണി പോണ കേസാണ്, പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്രീസ് നബി വിട്ടുകൊടുത്തില്ല. ഇദ്രീസ് നബി പറഞ്ഞു, അള്ള പറഞ്ഞുകൊണ്ടല്ലോ എല്ലാവരും മരണത്തെ രുചിക്കും, നരകം എല്ലാവരും കാണും, എന്നിട്ടേ സ്വർഗത്തിൽ കയറുള്ളൂ എന്ന്. ഞാൻ ഇന്ന മരണവും നരകവും ഞാൻ അദ്ദേഹങ്ങളോട് ചോദിച്ചിട്ട് ഞാനത് കണ്ടു. സ്വർഗത്തിൽ കയറിയാൽ പിന്നെ ആരെയും പുറത്താക്കൂലെന്നു അള്ളാഹു പറഞ്ഞുകൊണ്ടല്ലോ, അതുകൊണ്ട് ഇന്നെ പുറത്തിറക്കിയാൽ തെറ്റാണ് പറഞ്ഞു. അള്ള ജിബ്രീലോട് പറഞ്ഞേ, മൂപ്പര് പറഞ്ഞത് ശരി തന്നെയാണ്. ഇദ്രീസ് നബി അന്ന് കയറിയ സ്വർഗത്തിൽ പിന്നെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇദ്രീസ് നബിക്ക് സ്വർഗത്തിൻ്റെ ഒരു മണടിച്ചിട്ടുള്ളൂ. മണടിച്ചപ്പോൾ സ്വർഗത്തിലൊന്ന് കയറാൻ പൂതിയായി. അതിക്ക് കയറി നോക്കുമ്പോൾ പിന്നെ അതിന് ഇറങ്ങണമില്ല. എന്താല്ലേ, സ്വർഗം വല്ലാത്തൊരു സംഭവം തന്നെ ആക്കാറല്ലേ.